നമസ്കാരം. കലാരവം ഇൻ്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശശികല ശശികുമാർ. ഇന്ന് ഞാൻ കലാരവത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വരുന്നത് രാധാകൃഷ്ണ പ്രണയത്തെ മലയാളികളുടെ മനസ്സിലേക്ക് ഇറക്കി നിർത്തിയ, ശബ്ദം കൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറക്കി നിർത്തിയ ഒരു മഹൽ വ്യക്തിയായ ശ്രീ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ താങ്കളുടെ ആ ഒരു കൃഷ്ണനും രാധയും കൂടിയിട്ടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ഞാൻ താങ്കളെ മനസ്സിലാക്കിയത്. അതിൽ നിന്നും താങ്കൾ ആരാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് താങ്കളെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ എല്ലാ വിശേഷങ്ങളും എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഹരേ കൃഷ്ണ. കണ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച്, കണ്ണനെക്കുറിച്ച്, രാധയെക്കുറിച്ച്, വൃന്ദാവനത്തെക്കുറിച്ച്, ബർസാനെക്കുറിച്ച്, ഗോപികമാരെക്കുറിച്ച് അതൊരു ഇൻ്റർവ്യൂ കൊണ്ടൊന്നും, ഒരു ജന്മം കൊണ്ട് പോലും പറഞ്ഞു തീരാത്ത അത്ര മധുരമുള്ളതും ആഴമുള്ളതും വ്യാപ്തിയുള്ളതും. കണ്ണനെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകളൊക്കെ മുനിമാരാണ്, അതായത് മൗനം ദീക്ഷിക്കുന്നവരാണ്. കാരണം അതിനെക്കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാനൊരിക്കൽ ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണം കേൾക്കാൻ പോയി. രാധയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നതാ. വൃന്ദാവനത്തിലെ സകല നികുഞ്ചങ്ങളെക്കുറിച്ചും ഗോപികമാരെക്കുറിച്ചും രാധയെക്കുറിച്ചും കണ്ണനോ രാധയോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ വാചാലനാവണ കേട്ടപ്പോൾ എന്തേ കണ്ണൻ രാധയെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഓടിച്ചെന്നു. ആലുവ മണപ്പുറത്താണ് ഈ വേദി. അദ്ദേഹത്തിൻ്റെ കാക്കിൽ ഞാൻ വീണ്ടും കാല് മുറുക്കെ പിടിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ വേണ്ടേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് രാധയെക്കുറിച്ച് അറിയണം. ഞാൻ വിചാരിച്ചു ഇപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങുന്ന, പക്ഷേ അദ്ദേഹം മൗനം പാലിച്ചു. എൻ്റെ പുറത്ത് 2 തുള്ളി കണ്ണീര് വന്ന് വീണു. അവിടെയുള്ള അരയാലിലകളൊക്കെ ഉച്ചസമയമാണ്, ഭയങ്കര കാറ്റാണ്. ആലുവ മണപ്പുറം അറിയാമോ? ആ അരയാലിലകളൊക്കെ നിശബ്ദമായി. ഞാൻ വിചാരിക്കുന്നത് മഹാദേവൻ ആലുകളോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, ഒന്നും മിണ്ടാതെ കേട്ടോ, രാധയെക്കുറിച്ച് പറയാൻ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. രാധയെ, കണ്ണനെ അത്രയും സ്നേഹിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് മഹാദേവനാണ്. അദ്ദേഹം പറഞ്ഞ വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ എന്നാണ്. ഞാൻ വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു കത്ത് എഴുതി കയ്യിൽ വെച്ചു. എന്തേ കണ്ണ അവിടുന്ന് അവിടുത്തെ ഇത്രയും സ്നേഹിച്ച രാധയെ ഉപേക്ഷിച്ചത്? ആ കത്ത് എഴുതിയിട്ട് എന്തിനാ കത്ത്? ഭഗവാനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആൾക്ക് ചിലപ്പോൾ അവിടെ വെച്ച് ഭഗവാനെ കാണാൻ പറ്റിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മൈപ്പത്തൂര് പറഞ്ഞില്ല, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ വാഴ്ത്തുന്നുണ്ട് നാരായണീയത്തിൽ അവസാനം. അതുപോലെ ആ ഭഗവാനെ എങ്ങാൻ കാണാനുള്ള ഭാഗ്യം ഉണ്ടായാൽ, അതിനുള്ള യാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കൃപാത്തേ ജാതാശ്ചേത് കിമിഹ നഹിലഭ്യം തനുവൃതാം, ഈ കണ്ണൻ്റെ കൃപയുണ്ടായാൽ, കണ്ണൻ്റെ കാരുണ്യം ഉണ്ടായാൽ എന്താണ് സാധിക്കാത്തത് മനുഷ്യന്? അപ്പം അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം കണ്ടോട്ടെ എന്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ കണ്ണനോട്. അവിടെ നിന്ന് എന്തേ രാധ ഉപേക്ഷിച്ച് ചോദിക്കാൻ പറ്റാണ്ടായി പോലോ. അപ്പോൾ വിറച്ച് ഞാൻ വീണു പോയാൽ പോലും ഈ കടലാസാണ് കൊടുത്തുകൊണ്ട് വീണാൽ കണ്ണനത് മനസ്സിലാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എഴുതിയെടുത്തത്. അതാണ് കണ്ണനുള്ള കത്ത്. അത് വൃന്ദാവനത്തിൽ കൊണ്ടുപോയി കൊടുത്തു. കുറേ കാലങ്ങൾക്ക് ശേഷം വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ തന്നെ രാധയെന്നും കണ്ണൻ ഉപേക്ഷിച്ചിട്ടേ ഇല്ല എന്ന് വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികളും അവിടുത്തെ ഓരോ ഗോപികമാരും അവിടുത്തെ ഓരോ ഗോപന്മാരും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. എന്താണ് പ്രേമം എന്നുള്ളത് ആ പ്രേമഭൂമി നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ പറഞ്ഞതായി തോന്നിയ ഉത്തരങ്ങൾ. ആദ്യത്തെ ഇതിൻ്റെ പേര് പ്രിയ കൃഷ്ണനൊരു കത്ത്, എൻ്റെ സ്വന്തം കണ്ണ്. 2000 ഉത്തരം. അങ്ങനെയാണ് ഈ രാധാകൃഷ്ണ പ്രേമത്തിലേക്കുള്ള കടത്തം, അതിലേക്ക് പ്രവേശം. ഏലൂർ ബിജു അനുഗ്രഹീത കലാകാരൻ, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആൾ, ഗാനഗന്ധർവൻ, സോപാന ഗാനഗന്ധർവൻ എന്നാണല്ലോ പറയാം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, നന്ദനന്ദന തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. അത് ഈ രാധാകൃഷ്ണ പ്രേമത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ്. കണ്ണനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു നിമിഷം പോലും ഇതില്ല. പലപ്പോഴും ഞാനും ബിജുവും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഏട്ടാ 8 പാട്ടല്ല 9 പാട്ടാണ് ഈ CD-ക്ക് വേണ്ടത്. അതെയോ, നീ എന്നോട് 8 എന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരി, 9 എണ്ണം വേണം. അതെയോ, എന്നാൽ പാടുണ്ടോ? വേഗം പേപ്പറും പാടും തന്നു. ബിജു കാർ ഓടിക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുതി, ഇതെങ്ങനെയുണ്ട്? കേമയുണ്ട്, ഈ ട്യൂൺ പറ്റുമോ ഏട്ടാ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം പാടുന്നു, ഞാൻ ഇത് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കണ്ണനെ പറ്റി എഴുതാൻ പറ്റും. പിന്നെ അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് മഹാദേവനെ കുറിച്ചിട്ടുള്ള കാടിയുടെയും ചേട്ടൻ. പാടുന്ന ആളാണല്ലോ, കേട്ടിട്ടുണ്ടാവും.
കാടിടയും ജട. കാടിടയും ജട നടുവിലൊരു അതെ 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 അതെ. ഭയങ്കര ഇതാണ്. എല്ലാ സ്റ്റേജിലും ബിജു മാഷ് പാടും അത്. അത് ഞാൻ കണ്ണനെ കുറിച്ച് ധാരാളമായിട്ട് എഴുതാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ കാണിച്ചു കൊടുക്കുന്ന കണ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, കണ്ണനെ കുറിച്ച് ഏട്ടൻ എഴുതാൻ ഒരു വിഷമമില്ല എന്നൊക്കെ അറിയാം, എൻ്റെ മഹാദേവനെ കുറിച്ച് എഴുതുമോ ചോദിച്ചു. അപ്പോൾ പിന്നെന്താ എന്ന് പറഞ്ഞ് എഴുതാൻ എത്ര നേരം ഇരുന്നിട്ടും ഒരു വരി പോലും തോന്നണില്ല, ഒരു വരി കിട്ടണ്ടേ. അപ്പോൾ അവൾ കാപ്പിയെ കൊണ്ടുവന്ന് എന്തായി ചോദിച്ചു. ഒന്നും ആയിട്ടില്ല, പറ്റില്ല, മഹാദേവനെ കുറിച്ച് എഴുതാൻ വിഷമമാണ്. അപ്പം നമുക്ക് ആകെ പറയാനുള്ളത് ഈ കണ്ണനോട് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ണൻ്റെ പാദങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലോട് ചേർത്തു. കണ്ണ ഒരു വരി പോലും എഴുതാൻ പറ്റണില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരുമോ ഒക്കെ, ഞാൻ ഇവിടെ മോശമായി പോകുമല്ലോ. അപ്പോൾ പീലി ആർത്തിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള തലമുടി ഉണ്ടല്ലോ ഭഗവാന്റെ, ആ പീലി ഇങ്ങനെ ഊരിയിട്ട്, അപ്പോൾ പീലി ഒരു ലോക്ക് പോലെ അതങ്ങോട്ട് ഊരിയിട്ട് ആ തലമുടി ഇങ്ങനെ കുടഞ്ഞു. ആ തലമുടി കുടഞ്ഞപ്പോൾ അറിയാതൊരു അമ്പിളിക്കൽ അങ്ങനെ മുകളിലേക്ക് വന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആ തലമുടിയുടെ വീഴ്ചയാണ് ആദ്യത്തെ വരി. കാടിടയും ജട നടുവിലൊരമ്പിളി തുങ്കതരംഗാവൃത ഗംഗ ചീറ്റും പാമ്പുകൾ പറയട്ടെ. അതുപോലെ നന്ദനന്ദന, അത് കണ്ണനെ കുറിച്ചിട്ടാണ്. അത് ഭയങ്കര ഫീൽ തന്നെയാണ്. അയ്യോ എന്ത് രസാത് കേൾക്കാൻ. സംസ്കൃതത്തിലുള്ളൊരു സാധനമാണ്. അതെ അതെ, സംസ്കൃതത്തിലാണ് എൻ്റെ PhD ഒക്കെ, ഡോക്ടറേറ്റ് ഒക്കെ, MA PhD ഒക്കെ. ആ പിന്നെ ദേവിയെ കുറിച്ചുള്ളവരാണ്. കൂരിരുട്ടിൻ നിറമാർന്ന കേശഭാരക്കാടിനുള്ളിൽ പ്രേമപൂർവ്വം തപമിരിക്കും ബാലചന്ദ്രന് വന്ദനം. അത് ബിജുവിനോട് പറഞ്ഞു, ദേവിയുടെ കേശാധിപാതം വർണ്ണിക്കണം, പക്ഷെ ആരും പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് ഇമേജ് പറയണം. അപ്പോൾ ചന്ദ്രൻ ആ കാട്ടിലാണല്ലോ തപസ്സിരിക്കുകയാണ് സാധാരണ. ചന്ദ്രൻ തപസ്സിരിക്കുകയാണ്. എങ്ങനെ തപസ്സിരിക്കണം? നമ്മളൊക്കെ തപസ്സിരിക്കുക ഭക്തിപൂർവ്വമാണ്, പ്രേമപൂർവ്വം തപസ്സിരിക്കുകയാണ്. അത് എവിടെ ഏതാ കാടിച്ചാൽ കേശഭാരക്കാടാണ്. ദേവിയുടെ കറുത്തിട്ടുള്ള കൂരിരുട്ടിൻ്റെ നിറം, കറുകറുകറി എന്നുള്ള നിറമുള്ള ആ കാടിനോട് തപസ്സിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ ചാക്യാർകൂത്ത് കലാകാരനാണ്, ഞാൻ അങ്ങനെയാണ് അറിയപ്പെടുക. അപ്പോൾ ഏകദേശം അപ്പോൾ അങ്ങനെ പരിപാടികൾ അവതരിപ്പിച്ച് വരുന്ന കാലത്താണ് കൊറോണ കടന്നു വരുന്നത്. അപ്പോൾ എപ്പോഴും ഫോൺ ഇങ്ങനെ അടിക്കും. ഫോൺ എടുക്കുമ്പോൾ സാറേ നമ്മളെ ഏൽപ്പിച്ച ആ പരിപാടി ക്യാൻസലാട്ടോ, അടുത്ത പരിപാടി ക്യാൻസലാട്ടോ, ഇങ്ങനെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഫോൺ അടിക്കും. പരിപാടി ക്യാൻസൽ മാത്രമാണ്. അപ്പോൾ അതൊരു വല്ലാത്ത വേദന, അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം, സാമ്പത്തികമായ പ്രശ്നം. കാരണം എല്ലാ പരിപാടികളും ക്യാൻസലാവുമല്ലേ. അപ്പോൾ ഞാൻ വിളിക്കുന്ന എല്ലാ കലാകാരന്മാരും എന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ, ചേട്ടാ അങ്ങനെ പരിപാടി ക്യാൻസലാണ്, ഒരു രക്ഷയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, പാടാൻ പറ്റണില്ല, ആടാൻ പറ്റണില്ല, കഥ പറയാൻ പറ്റണില്ല. അപ്പോൾ ഞാനതൊക്കെ എല്ലാവരും ഈ വേദനയിലാണ്. എന്നാൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മകനുണ്ട്, അയാൾ വീഡിയോഗ്രാഫറൊക്കെയാണ്, എഡിറ്റിംഗ് ആണ്, അയാൾ BDS എന്ന കോഴ്സായിരുന്നു, ബാച്ചലർ ഓഫ് ഡിസൈനിങ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു നേരം പോക്ക് പറയാം. നമ്മുടെ ഇവിടെ അടുത്തൊരു കാർപ്പള്ളിക്കാവ് മഹാനക്ഷത്രം, അതിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് നേരം പോക്ക് ഒരു സാധനം പറഞ്ഞു. അത് ആളുകളൊക്കെ ധാരാളം ആസ്വദിച്ചു, ഒരുപാട് റെസ്പോൺസ് വന്നു. അങ്ങനെ 3-4 പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ കണ്ണനാണല്ലോ നമ്മുടെ, ഒരു കണ്ണൻ്റെ ചെറിയൊരു കഥ പറഞ്ഞു. പിന്നെ നിലം തൊടാൻ പറ്റാത്ത വിധത്തിൽ ഈ കണ്ണൻ്റെ കഥകൾ യൂട്യൂബിലേക്ക് കിടക്കുകയും അങ്ങനെ കഥകളായി. അപ്പം അങ്ങനെ കഥ പറച്ചിൽ. എൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും ചാക്യാർകൂത്ത് കലാകാരനായിട്ടാണ്. 9ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞ് വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് ഏകദേശം 10,000-ഓളം വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ചാക്യാർകൂത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് സ്റ്റേജിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്. ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാരെ ഒന്ന് രസിപ്പിക്കണം. ആ ശ്ലോകം കുറച്ച് ചൊല്ലി ബാക്കി മുഴുവനും അവരെ അവിടെ ഇരുത്തി രസിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആസ്വദിച്ച് അത് അക്ഷയപാത്രം എന്ന കഥയാണ്. കാരണം അത് കണ്ണന്റെ കഥയാണ്. പിന്നെ വൃന്ദാവനത്തിൽ രാധാമാധവൻ, ഞാൻ അക്ഷയപാത്രം പാഞ്ചാലിയുടെ അല്ലേ, വൃന്ദാവനത്തിൽ രാധാമാധവൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഗീതഗോവിന്ദത്തെ ബേസ് ചെയ്തുകൊണ്ട്, നാരദ പഞ്ചരാത്രമൊക്കെ ബേസ് ചെയ്തിട്ട്. അക്ഷയപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ. ആളുകൾ കൂടുതലായി ആവശ്യപ്പെടുന്നൊരു കഥ പാഞ്ചാലി സ്വയംവരാണ്. അതെ, അതാണ്. കാരണം അത് കൂടുതൽ ഹ്യൂമർ ഓറിയന്റഡ് ആണ്, തമാശക്ക് ധാരാളം വകയുണ്ട്. പിന്നെ കുറച്ചുകൂടി ഭക്തിയും അതുപോലെ അഭിനയത്തിനൊക്കെ സാധ്യതയുള്ള അങ്ങനെയുള്ള കുറച്ചുകൂടി ലെവൽ കയറിയ ആളുകൾ ആവശ്യപ്പെടുന്ന കഥ കിരാതമാണ്, ശിവന്റെ. അതിഗംഭീരമായിട്ടുള്ള കഥയാണ്. ബിജു ഒക്കെ പറയും ഇടയ്ക്ക് കിരാതം കേൾക്കണ പറയും. പിന്നെ ഏകാദശി മഹാത്മ്യം, അത് ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിക്കുന്ന കഥയാണ്. ഞാൻ പുതിയ കഥകളും കുറെ ചാക്യാർകൂത്തിൽ തീർച്ചയായും. അതായത് രാമായണം മഹാഭാരതം ചമ്പുക്കളാണ്, മേപ്പത്തൂരിന്റെ ചമ്പുക്കളാണ് കൂടുതലായിട്ട് കൂത്തിൽ പറയുക.
അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാസൻ എഴുതിയിട്ടുള്ള ഊരുഭംഗം എന്നൊരു നാടകം, ദുര്യോധനന്റെ മരണരംഗമാണ് ഇതിലെ വിഷയം. കരുണരസപ്രധാനാണ്. ആ ഊരുഭംഗം ഞാൻ കൂത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീശങ്കര ചരിതം, ശങ്കരാചാര്യരുടെ കഥ ആദ്യമായിട്ട് കാലടിയിൽ അവതരിപ്പിച്ചു. അതെ അതെ അതെ, ശ്രീശങ്കര ചരിതം. അതിലെ ശ്ലോകങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. കഥ നമ്മൾ റെഡിയാക്കിയിട്ട് ആ കഥയ്ക്ക് പാകത്തിനാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. വിവേകാനന്ദൻ, അത് ഞാൻ എഴുതി അവതരിപ്പിച്ചതാണ്. രണജിത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് അതിലെ ശ്ലോകങ്ങളും ഗദ്യമൊക്കെ എഴുതിയിട്ടുള്ളത്. അതിനെ നമ്മൾ കഥയൊക്കെ എഴുതി അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ആ ശ്ലോകം അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി അതിഗംഭീരമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിനകത്ത് സംബോധന ചെയ്യണതും ഒക്കെ ഉണ്ട്. പിന്നെ ശ്രീരാമകൃഷ്ണ ചരിതം. അപ്പൊ അതിലൊക്കെ ശരിക്കും ഹാസ്യാണല്ലോ നമ്മൾ ചാക്യാർകൂത്തിൽ കൂടുതലും പറയണത്. അപ്പൊ ഇങ്ങനത്തെ കഥകളൊക്കെ എടുക്കുമ്പോ അങ്ങനെ വരുന്നുണ്ടോ? അതായത് കാണികളെ ഹാസ്യത്തിന് ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാ പോണേ. അതെ അല്ലേ? അല്ല, ഞാൻ കണ്ടിട്ട് ലോകത്ത് ആരെയാണ് ഉപാസിക്കാൻ പറ്റിയ ആളെ ചോദിക്കുമ്പോൾ അത് എന്നെ ആളാണ്, സാക്ഷാൽ വിവേകാനന്ദനെയാണ്. അത് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളുണ്ടോ? ക്ഷേത്രങ്ങളൊക്കെ അധികവും അദ്ദേഹത്തിൻ്റെ ആണല്ലേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹനെ കണ്ടറിയാം, കാളിയുടെ ഉപാസന കണ്ട അവൻ്റെ തലമുടി ഭാവവും വീരഭദ്രൻ്റെ ഉപാസന അയാൾ. ഇങ്ങനെയൊക്കെ ധാരാളം ക്ഷേത്രങ്ങളും ഉപാസകരും ഉണ്ടാവും. അവരൊക്കെ ഭഗവാനെ കാണാൻ അങ്ങയുടെ അമ്പലത്തിലേക്ക് ഇല്ലല്ലേ. ഏതെങ്കിലും ക്ഷേത്രം നമ്മുടെ അടുത്തേക്ക് വരാറുണ്ടോ? ഏതെങ്കിലും ദേവൻ അങ്ങനെ വരാറുണ്ടെങ്കിൽ അതൊരാളേ ഉള്ളൂ, വിവേകാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിന് മന്ത്രം ഉണ്ട്, ബലാണ് മന്ത്രം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നർമ്മത്തിന് ധാരാളം സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കഥകളിലും ഉണ്ട് ധാരാളം. അതുപോലെ ശ്രീരാമകൃഷ്ണ ചരിതം, ശ്രീശങ്കര ചരിതം, 3 സന്യാസിമാരെ കുറിച്ചുള്ള കഥകളായി കൂത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സൗന്ദര്യലഹരി, ദേവിയെ കുറിച്ച്, അമ്മയെ കുറിച്ചിട്ട്, അത് ഗംഭീരമായിട്ടുള്ള സാധനമാണ്. സൗന്ദര്യലഹരി, ദേവിയെ കുറിച്ച് കൂത്തില്ല, കഥകളില്ല. ദേവിയെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് കഥകളില്ല. ഇല്ല, അത് പിന്നെ പൊതുവെ ആളുകളുടെ ചിന്തയാണ് ഹാസ്യമാണ് കൂത്തിൻ്റെ. അങ്ങനെ ഇല്ല. ശരിക്കും ഹാസ്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മാത്രം. ഹാസ്യത്തിൻ്റെ എല്ലാ മേഖലകളും, വിറ്റ്, ജോക്ക്, സറ്റയർ, ലാംബൂൺ, ഹ്യൂമർ, എന്തൊക്കെ ഹാസ്യത്തിൻ്റെ മേഖലകളുണ്ട് അത് മുഴുവൻ ഏറ്റവും സജീവമായിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നത്. 2 ആവനാഴികളാണ് ഈ യോദ്ധാവിനുള്ളത്. ഒരാവനാഴിയിൽ മുഴുവൻ ഹാസ്യത്തിൻ്റെ ശരങ്ങളാണെന്നേ ഉള്ളൂ. ലോകത്ത് ഏറ്റവും വിഷമുള്ളൊരു രസം ഹാസ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കൂത്തുകളും പരാജയപ്പെടേണ്ട കാര്യം. ബോധായനം പറയും, നാട്യരസേഷു ഹാസ്യരസമേവ പ്രധാനമിതി പശ്യാമി. ഏറ്റവും വിഷമാണ് ഹാസ്യം അവതരിപ്പിക്കാൻ. ശരിയാണ്. കാരണം മറ്റൊരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിൽ ലയിച്ച് ചിരിച്ച് എല്ലാം മറന്നിരിക്കണല്ലോ, ഇരിക്കണ്ടേ, പൊട്ടിച്ചിരിക്കേണ്ട ആളാണ്. അപ്പൊ അതിനുള്ള എല്ലാ മേഖലകളും. അപ്പൊ ഈ ചാക്യാർ കൂത്ത് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു സ്വഭാവം ഒരു ഒന്നാന്തരം കഥ പറച്ചിലുകാരനുണ്ടാവും, സ്റ്റോറി ടെല്ലർ. അത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ നിസ്സാര കലയല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഥ പറച്ചിലിൻ്റെ വിവിധ കലാരൂപങ്ങളുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി അടക്കം. ഭാഗവത പ്രഭാഷണം ഒന്നാന്തരം കഥ പറച്ചിലിൻ്റെ കലയാണ്. അത് വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞാൽ പോലെ. രുക്മിണിയെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ രുക്മിണിയെ കുട്ടി ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരണു. രുക്മിണി ഇങ്ങനെ വരികയാണ്, എന്തൊരു ഭംഗിയാ രുക്മിണിയെ കാണാൻ, തോഴിമാർ ചുറ്റും നിൽക്കണു. ആളുകൾ ഇങ്ങനെ രുക്മിണിയെ നോക്കുക, ആ കണ്ണൊന്ന് കാണാൻ വേണ്ടി, ആ പുഞ്ചിരി കാണാൻ വേണ്ടി. കുന്തസ്മേര, ചിരിച്ചിട്ടാ വരുന്നത്. ആ ചിരി കണ്ടാൽ ഇടിമിന്നലാണോ തോന്നും എന്നൊക്കെ പറഞ്ഞാൽ രുക്മിണി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് രുക്മിണി കാണാൻ പറ്റണം. നേരെ മറിച്ച് അവിടുന്ന് രുക്മിണി വരണു, സുന്ദരിയാണ് രുക്മിണി, നല്ല തലമുടിയൊക്കെ ഉണ്ട്, ചിരി കാണാൻ എന്ത് ഭംഗിയാ എന്ന് പറഞ്ഞാൽ ആൾക്കൊന്നും ഫീൽ ചെയ്യാം. അപ്പോൾ അത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കലയാണ് ഭാഗവത പ്രഭാഷണം. അപ്പോൾ ആ കൂത്ത് ഒന്നാന്തരം സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കലയാണ്, കഥ പറച്ചിലിൻ്റെ കലയാണ്. പോരാ ഒന്നാന്തരം അഭിനയം. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കൂടെ അഭിനയം വരണം. ആ കിരാതമൂർത്തിയായ മഹാദേവൻ ചാടി അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞിട്ട് ആ വില്ല് നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് ചാടി ചെല്ലുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ തടുക്കടാ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇയാൾ നടനായി. കഥ പറച്ചിൽ നിന്നോടെ വില്ലുകൊണ്ട് ചാടിയാണ് നഷ്ടേന്നൊരു അടി. അഴിഞ്ഞു കിടക്കണം ജടാഭാരം, ആ തൃക്കണ്ണ അങ്ങനെ ചുമന്നേക്കണു. അർജുനൻ ചാടിച്ചെന്ന് മഹാദേവന്റെ ശിരസിൽ ആ വില്ലുകൊണ്ട് അങ്ങനെ അടിച്ചോടുകൂടി അള്ളിക്ക നയ്യന്ന കോണേ കിഞ്ചിതാരജ്യമാന, ഭഗവാന്റെ ആ 3-ാം തൃക്കണ്ണ അങ്ങോട്ട് ചുമന്നു. അതോടെ ആ കര മുഴുവൻ കടലായി, കടൽ കരയായി, ഭൂമി അങ്ങനെ ആട്ടി ഒലയണു. ഭഗവാന്റെ ജടാഭാരം കാട്ടാളന്റെ വേഷാണെങ്കിലും അതങ്ങനെ അഴിഞ്ഞു നിൽക്കണു. ശ്രീപാർവതി കൊണ്ടി ഇങ്ങനെ വന്നു, മഹാദേവ അവിടെ നിന്ന് യുദ്ധം ചെയ്യരുതേ, നമ്മുടെ ഉണ്ണി അർജുനനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് കാക്കലാണ്. മാറിക്ക പാർവതി അവിടുന്ന്. ഭഗവാന്റെ വാക്ക്
ഓടി അർജുനൻ്റെ അടുത്തേക്ക്. അർജുന അർജുന നീ വിചാരിക്കണ പോലെ ഒരാളല്ല ഇത് സാക്ഷാൽ ഭഗവാനാണ്, യുദ്ധം നിർത്ത അർജുന, കടന്നു ഓടി കാട്ടാളത്തി. ഇങ്ങനെ ഒരേ സമയം അർജുനനാവണം, അതേസമയം കിരാതമൂർത്തിയാവണം, അതേസമയം കാട്ടാളത്തിയുടെ രൂപത്തിലുള്ള ദേവിയാവണം. അവിടെ സൗണ്ട് മോഡുലേഷൻ കൊണ്ട് കളിക്കണം. സ്വയംവരം പോലുള്ള കഥ പറയുമ്പോൾ എന്തൊക്കെ പറയണം വെച്ചാൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭേരി മദ്ദള കാഹളാതി നിന്നത ക്വാവി കൊജിൽ യോഷിതാം ഗീതം, ഒരു ഭാഗത്ത് ഗംഭീരമായ മേളം എന്ന് പറഞ്ഞു വെച്ചേക്കുക. അവിടെ നല്ലൊരു ഒബ്സർവർ ആയിട്ടുള്ള ആളാവണം ചാക്കിയാൽ. എല്ലാ മേളവും കാണണം, ആ മേളക്കാരൻ്റെ ശരീരഭാഷ പഠിക്കണം. മടകാം 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 ഗംഭീരമായിട്ട് മേളം, അതിനെ മിമിക് ചെയ്യണം. അപ്പൊ തന്നെ മടകാം മടകാം മലരിട്ടിരുന്ന മങ്കുണ്ടേ ഞങ്ങളുടെ പഠിക്കുന്ന പോ പ്രഹര 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 കൊച്ചച്ചക്കയുടെ ഗുരുവും ചൊളി കട്ടിപ്പട്ടി കട്ടോണ്ടോടുമ്പോ കരം പിടിക്കും ചെവിടി തള്ളി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ മിമിക് ചെയ്യും. അപ്പൊ ആളുകൾ ചിരിക്കും. ആ മേളക്കാരൻ കാട്ടുന്ന എല്ലാ ശരീരഭാഷയും ഇയാൾ സ്വീകരിക്കും. എന്നാൽ ഇയാളുടെ വേഷം ഒരു മീശ മേപ്പെട്ട് പറഞ്ഞ അടിയിലേക്ക് ഒരു കാതിൽ കൊണ്ടല്ല, ഈ വേഷത്തിൽ നിന്നൊരു ചെണ്ടക്കാരൻ അവിടെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അഭിനയത്തിൻ്റെ അനന്ത സാധ്യതയാണ് ഇയാൾ അനാവരണം ചെയ്യുന്നത്. പകർനാട്ടം എന്നൊരു സാങ്കേതികത പറയും അഭിനയത്തെക്കുറിച്ച്. പകർനാട്ടം എന്ന് പറഞ്ഞാൽ ഒരു നടൻ വേറൊരു വേഷത്തിൽ വന്നിട്ട് ആഹാര്യം, ആംഗികം, വാചികം, സാത്വികം, ലോകധർമ്മി, നാട്യധർമ്മി, മനോധർമ്മി, ഇത്തരം കാര്യങ്ങളാണ് അഭിനയത്തിന് ഉപയോഗിക്കുന്നത്. അഭിനയം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിക്കൊണ്ടുപോവുക, അഭിനീയതേ അനേന എന്നാണ്. എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും? അവിടെ ഇരിക്കുന്ന പ്രേക്ഷകനായി പാഞ്ചാലി സ്വയംവരം പറയുമ്പോൾ പാഞ്ചാലി സ്വയംവരത്തിലേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ മേളം നടക്കണമെന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ആളിപ്പോൾ ശശികല അവിടെ ഇല്ല, അവിടെ മേളത്തിലാണ്. അപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് സദ്യവട്ടം നടക്കണു, പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കെച്ചടി, കെട്ടിക്കെട്ടി, പാൽപ്പായസം, പഞ്ചാര പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുംപായസം, ശർക്കര പായസം, വലിയ കൊട്ടയില് ഇല പിടിക്കൂ എൻ്റെ മോത്തക്കല്ല, അങ്ങനെ ചോറ് മതിയോ കഴിക്കൂ അങ്ങോട്ട് വളമ്പി കൊടുക്കുക. അപ്പോൾ കഴിക്കാൻ തുടങ്ങി, നമ്മൾ വിളമ്പാനും തുടങ്ങി, അവർ കഴിക്കാനും തുടങ്ങി. അപ്പോൾ ഇത് വാചികമായ അഭിനയമാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു ദേഹണ്ണക്കാരൻ്റെ വേഷം നമുക്കുണ്ടെങ്കിൽ തിരക്കായിട്ടില്ല. തലയെക്കെട്ടൊക്കെ കെട്ടി ആ ദേഹണ്ണക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വേഷമൊക്കെ നമുക്കറിയാലോ. ഒരു ദേഹണ്ണപ്പര ചെന്നാൽ ആ വേഷമല്ല, ആ വേഷം അല്ലാതെ ആ വേഷത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് പകർന്നാട്ടം. അപ്പോൾ ഒരു ഭീമസേനൻ ഒരു ആനയെ കാട്ടിൽ വെച്ച് കണ്ടുണ്ട്, കൂടിയാട്ടത്തിലുള്ള രംഗാണ്. അപ്പോൾ ആന ഇങ്ങനെ കണ്ടിട്ട് ഭീമസേനൻ്റെ വേഷത്തിൽ ഈ ആനയാണ് അവതരിപ്പിക്കുന്നത്. ചെവിയാട്ടിലും കൈനീട്ടിലും കാടൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ചേക്കണ ആന. ഒരു പെരുമ്പാമ്പ് അവിടെ നിന്ന് വരും, ഭീമൻ കാണുകയാണ്. അപ്പോൾ പിന്നെ ഇയാൾ പെരുമ്പാമ്പ്, ഇയാളുടെ വേഷം ഭീമൻ്റെ പോലും അല്ല, ഭീമൻ്റെ കണ്ടിട്ടുള്ള രൂപം പോലും അല്ല, ഒരു പച്ച വേഷമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേഷമായിരിക്കാം. ആ വേഷത്തിൽ നിന്നിട്ട് ഇയാൾ പെരുമ്പാമ്പാവും. എന്നിട്ട് ആനയെ കാണിക്കും, പെരുമ്പാമ്പിനെ കാണിക്കും. ഇത് രണ്ടും ഒരേ ഒരാൾ അഭിനയിക്കുകയാണ്. അവസാനം ആനയെ പെരുമ്പാമ്പ് വിഴുങ്ങണമായിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ ആനയും പെരുമ്പാമ്പും വേഷം കൊണ്ടില്ലാത്ത ഒരാൾ വെറും അഭിനയം കൊണ്ട് മാത്രമേ ഈ പ്രേക്ഷകനെ ഇത് കൂട്ടിക്കൊണ്ടുപോകണം. ഇത് പകർന്നാട്ടമാണ്. യോഗയിൽ ഇതിങ്ങനൊരു അവസ്ഥയുണ്ട്. അതായത് ഈ പരകായ പ്രവേശം എന്ന് പറയും. നമ്മുടെ ആത്മാവിനെ വേറൊരു ശരീരത്തിലേക്ക് മാറ്റി നിർത്തി ആഴത്തിൽ ചിന്തിച്ചാൽ കൂത്തിതൊക്കെ തന്നെയാണ്. കാരണം ഒരേ ഒരു കഥാപാത്രമായി നമ്മൾ രംഗത്ത് നിൽക്കുമ്പോൾ ദുര്യോധനൻ്റെ ദാരുണമായ മരണരംഗം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ദുര്യോധനായിട്ട് മാറുകയാണ്. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് ദുര്യോധന ആത്മാവിനെ കൊണ്ടുവരികയാണ്. തൊട തല്ലി ചതഞ്ഞ് ചോരയിൽ കുളിച്ച് മരണം കാത്തിങ്ങനെ കിടക്കുകയാണ് ദുര്യോധനൻ. അവിടേക്ക് കുഞ്ഞു ഭാവിയായിട്ടുള്ള തൻ്റെ മകൻ വരികയാണ്, മുത്തശ്ശൻ്റെ കൈ പിടിച്ചിട്ട്. മുത്തശ്ശൻ ധൃതരാഷ്ട്ര, അയാൾ കണ്ണ് കാണാത്ത ആളാണ്. അപ്പോൾ ഓരോ ശവശരീരങ്ങൾ തട്ടി മറിഞ്ഞു വീണ് എവിടെ എൻ്റെ ഉണ്ണിയെ പറഞ്ഞിട്ട് ധൃതരാഷ്ട്ര കരച്ചത്. അച്ഛനെ കാട്ടിത്തരാട്ടോ, ഇപ്പോൾ കാണിച്ചു അച്ഛൻ എവിടെയുണ്ട് പറഞ്ഞ നിഷ്കളങ്കമായ ആ ബാല്യം കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ കിടക്കണാണുമ്പോൾ അച്ഛൻ്റെ മടിയിൽ ഉണ്ണി ഇരുത്തുവോ, ഓക്കെ തോടെ തല്ലിച്ചതച്ച് കിടക്കണം, മരണം അങ്ങനെ കാത്തു കിടക്കുക. അയാൾ ദുര്യോധന അങ്ങനെ കണ്ണുപോലും അറിയണില്ല അയാൾ. എന്നിട്ട് അദ്ദേഹം പറയും, നീ ഒന്ന് ചെന്ന് ഭീമസേനോട് പറയും, വല്യച്ഛനോട് പറയും, ചിലപ്പോൾ നിന്നെയും അച്ഛൻ്റെ കൂടെ വിടും. ഇയാൾ ചോദിക്കണ ചോദ്യം അച്ഛൻ എവിടെയാണ് പോകണേന്ന്. അപ്പോൾ മടിയിലെടുത്ത് നോക്കിയപ്പോൾ ധൃതരാഷ്ട്ര പറയും, വേണ്ട അച്ഛന് വയ്യ, അച്ഛൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാൻ ചോദിക്കും. എവിടെയോ ദൂരെ സ്ഥലത്തേക്ക് പോകാമെന്നാണ് ഇയാളുടെ ധാരണ, ഈ മകൻ്റെ ധാരണ. ഇപ്പോഴാണ് ഒന്ന് പറഞ്ഞു നോക്കെ ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്നെയും കൂടി അയക്കും. ഈ വാക്ക് കേൾക്കുന്നത് ആളുകൾ പൊട്ടിക്കരയും. ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടിക്കരയാണത്. മടിയിലൊന്ന് ഇരുത്താമോ ചോദിക്കുമ്പോൾ. അപ്പോഴത്തേക്കും ഭാനുമതി ഉണ്ട്, ഗാന്ധാരി ഉണ്ട്. ഗാന്ധാരി പൊട്ടിക്കരയോണ്ട് മകനെ എടുത്ത് മടിയിലേക്ക് വയ്ക്കും. എന്നിട്ട് ചോദിക്കും, അമ്മ എന്താ മോന് തരേണ്ട ഒരു അനുഗ്രഹം? ഇത്രയും കാലം നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ അറിയില്ല, കണ്ണ് കെട്ടിയോണ്ട് നിന്നെ താലോലിച്ചിട്ടില്ല, നിനക്ക് കളിക്കാനൊന്നും കൊണ്ട് തരാൻ പറ്റിയിട്ടില്ല,
നീ മരിക്കാറായിട്ട് കിടക്കുമ്പോൾ ഈ അമ്മ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാനുണ്ടോ? അപ്പോൾ ഈ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അന്യസ്യാം അഭിജാത്യ അമ്മേ ത്വമേവ ജനനീ ഭവ. ഈ ദുര്യോധന നീ ഒരു ജന്മം ഉണ്ടെങ്കിൽ അന്നും ഈ അമ്മയുടെ ഉദരത്തിൽ പിറക്കാൻ എന്നെ അനുഗ്രഹിക്കുകയോ ചോദിക്കുന്നുണ്ട്. ഇത് ആൾക്കാർ കരയോടെ ഇരുന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹാസ്യം മാത്രമല്ല, എല്ലാ രസങ്ങളും. ഇവിടെ എല്ലാ രസങ്ങളും. അപ്പം ഇവിടെ ആഹാര്യം, വേഷവിധാനത്തിലുള്ള അഭിനയം, ആംഗികം ശരീരാഭിനയം, മുദ്രകൾ, ബോഡി ലാംഗ്വേജ്, വാചികം വാക്ക്. ഈ വാക്കിൽ ഈ പറഞ്ഞ പോലെ മേളക്കാരനായും സദ്യ വിളമ്പണ ആളായും ആനയായും സ്ത്രീയായും കുട്ടിയായും ഒക്കെ ശബ്ദം കൊണ്ടുള്ളത്. അപ്പോൾ ആഹാര്യം, ആംഗികം, വാചികം, സാത്വികാഭിനയം വെച്ച് മനോധർമ്മമാണ്, അല്ലെങ്കിൽ അല്ല, ഈ മനസ്സിൻ്റെ ഭാവമാണ്. കരച്ചില്, രോമാഞ്ചം പോലുള്ള സാധനങ്ങൾ. പിന്നെ ലോകധർമ്മി, ലോകത്തെ അനുകരിച്ചുകൊണ്ട്. ഇപ്പോൾ ദേഹണ്ണക്കാരൻ എങ്ങനെയാണ് നിൽക്കുക നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ദേഹണ്ണക്കാരനെ പോലെ നമ്മളൊരു ദേഹണ്ണക്കാരനെ അവതരിപ്പിച്ച് ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല, ആളുകൾക്ക് എത്തില്ല. പോയട്രി ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് അർണോൾഡ് പറയും. ലോകവൃത്താനുകരണം നാട്യം, ഭരതമുനി, നാട്യശാസ്ത്രം. ലോകത്തെ കണ്ട് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ ആടാതെ അസംഗാതെ വാ കണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ സ്വീകരിക്കാറില്ല, അതുപോലെ അന്ന് അർത്ഥയ്ക്ക് അവതരിപ്പിക്കുമ്പോഴല്ലേ നമുക്ക് അത് ഇഷ്ടമാണ്. ഊഞ്ഞാലാട്ടുന്നത് ഇതുമാതിരി ആടണേ, ഉണ്ണി എന്ന് പറഞ്ഞ ആടണേ. അതല്ലാതെ ആയിരിക്കാം പണ്ട് ചില പാർട്ടിയുടെ വേറൊരു സാങ്കേതിക വിദ്യ ആയിരിക്കാം. പക്ഷേ ഇന്നത്തെ ജനങ്ങൾക്കറിയാം ഇതാ. അപ്പം അതിനെ അനുകരിക്കുമ്പോഴാണ് ലോകധർമ്മിയാവുക. നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ മുദ്രകളിലൂടെയുള്ള അഭിനയം. അതിന് ലോകധർമ്മമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ രാജാവ് മുദ്ര ഇങ്ങനെ കാണിച്ചു, ഇത് രാജൻ എന്നുള്ള മുദ്രയാണ്, രാജാവ്. ഈ മുദ്രയ്ക്ക് രാജാവായിട്ട് ഒരു ബന്ധവുമില്ല വസ്തുതയിൽ. അപ്പോൾ അങ്ങനെയുള്ള ലോകധർമ്മി, നാട്യധർമ്മി, മനോധർമ്മം, അതാണ് ചാക്യാരുടെ ഏറ്റവും പ്രധാനം. അരങ്ങത്ത് അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളെയും കഥ ആക്കി മാറ്റി നല്ലൊരു ക്രിട്ടിക്, വിമർശകൻ, ഒരു ഒബ്സർവർ. രാഷ്ട്രീയ വിമർശനം ഏറ്റവും ശക്തമായിട്ട് ചെയ്യുന്നത് ചാക്യാർകൂത്ത് കാണുമ്പോഴേ ആൾക്കാർക്ക് എണീക്കാൻ പേടിയാ. എണീക്കുമ്പോഴേക്കും അവരെ പിടിച്ചിട്ടുണ്ടാവും, അവരെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും പതുക്കെ വേണ്ടി വന്നാൽ തന്നെ കൂത്ത് തുടങ്ങുമ്പോൾ പറയും, ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അതൊരിക്കലും യാദർച്ഛികമല്ല, മനഃപൂർവ്വം തന്നെയാണ്. നുണ പറയണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തുടങ്ങാം. അപ്പോൾ നല്ലൊരു ക്രിട്ടിക്കായിരിക്കണം വിമർശകൻ, രാഷ്ട്രീയ വിമർശനം. ഇപ്പൊ നമ്മൾ ട്രോൾ എന്ന് പറയില്ലേ, ആദ്യത്തെ ട്രോളൻ അല്ലെങ്കിൽ ട്രോൾ ചെയ്ത ആൾ ചാക്യാരാണ്. രാജാവിനെ മുമ്പിലിരുത്തി ആട്ടിച്ച് തകർത്ത് നഖശികാന്തം വിമർശിച്ചിട്ടുണ്ട്. ഒരു രാജാവ് ഉണ്ടായിരുന്നു, പൂച്ചക്കണ്ണനാണ്. അയാൾ ചെയ്യണമൊക്കെ പൂച്ചയുടെ പോലെ, അയാൾ ആരും കാണില്ല എന്നാണ് അയാളുടെ വിചാരം. അയാൾക്കില്ലാത്ത തോന്നിയാസം ഒന്നുമില്ല. അപ്പോൾ ലങ്കയിലേക്ക് എത്തിയ ഹനുമാൻ ലങ്കയുടെ മനോഹരമായിട്ടുള്ള വർണ്ണന, കൊത്തുപണികളെ കുറിച്ച്. ഒരു എലി അങ്ങനെ കൊത്തി വെച്ചേക്കുക, ആ എലി ജീവനുള്ളതാണെന്ന് വിചാരിച്ചൊരു പൂച്ച പിടിക്കാനിരിക്കുക. ഇത് കാണേണ്ട പ്രേക്ഷകൻ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ എലിയും പൂച്ചയും കൊത്തുപണിയാണെന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പിലിരിക്കുന്ന രാജാവിനെ ആൾക്കാരൊക്കെ പൂച്ചയെന്നാണ് അയാളെ നിക്നെയിം. അത് ഇരിക്കണുണ്ടല്ലേ ഒരു പൂച്ച, എന്താ അവൻ്റെ നോട്ട് നോക്കൂ, പിന്നെ കണ്ണ് കണ്ടോ, പൂച്ചക്കണ്ണ ഇങ്ങോട്ട് നോക്കണം. അങ്ങോട്ട് എൻ്റെ വിചാരം അവൻ കാട്ടണമെന്ന് ആരും അറിയില്ല എന്നാ. വാഷള ഇങ്ങനെയുള്ള പൂച്ചകളെ എന്താ ചെയ്യണ്ടോ, ടിച്ചങ്ങോട്ട് കൊല്ലാന്ന് അങ്ങോട്ട് തരിക വേണ്ട എന്നൊക്കെ പറഞ്ഞത്. രാജാവിനെതിരെ സ്വപ്നം കണ്ടാൽ ശിരച്ഛേദം ചെയ്യണ കാലമാണ്. അപ്പം നിങ്ങൾ വേഗം അവിടെ നിന്ന് എഴുതിട്ട് പോയി. ഇവന് ജീവനുണ്ടോ, ഇത് ജീവനുള്ളതാ, അത് മനസ്സിലായില്ലോ, ഇത് കൊത്തുപണിയാന്നാ നിരീക്ഷിച്ചതേ, നിക്കടാ പൂച്ച എന്നൊക്കെ പറഞ്ഞു. രാജാവ് അവിടെ ചെന്നിട്ട് കൂത്ത് ചെയ്യുമ്പോൾ അയാളോട് കൊണ്ട് വരാൻ പറയാൻ വന്ന് തൊഴുതു, വേഷമൊക്കെ കഴിച്ചു. ഇരിക്കൂ. ആ കഥയിൽ ധാരാളം വാളിനെ പറ്റിയൊക്കെ ചന്ദ്രഹാസത്തെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ. വാളുണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടു നോക്കൂ, എങ്ങനെ നോക്കൂ, ഗുണദോഷമൊക്കെ പറയും, നന്നായിട്ടോ നോക്കൂ. പുതിയ വാളെടുത്ത് കൊടുത്തു, അസലായിണ്ട് പറഞ്ഞു. മൂർച്ചയുണ്ടോപ്പോൾ എങ്ങനെ അറിയാം, കണ്ടറിയില്ലോ, പ്രയോഗിച്ചാലേ അറിയുള്ളൂ. പ്രയോഗിച്ചാലോ ചാക്യാരയച്ചു. എടുത്ത് കഴുത്തിലാണ് വെച്ചു ചാക്യാരുടെ. ഇപ്പം എന്ത് പറയണോ വെച്ചു, അടിയൻ പൂച്ചയുടെ മുമ്പിൽ പെട്ട എലിയെ പോലെ ചെയ്യുന്നു. അപ്പോഴും പൂച്ചയെന്ന് വിളിക്കുക. ആസന്ന മരണനായ ഒരാൾ, മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും താൻ പറഞ്ഞ വാക്കിൽ നിന്ന് അണുവിട മാറാതെ അതേ വിമർശം അതേപോലെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ലോകം സാംസ്കാരികമായി ജീർണതയെ നേരിടുമ്പോൾ ലോകത്തിന് കാലം നിർദ്ദേശിക്കുന്ന ഒറ്റമൂലിയാണ് ഹാസ്യം എന്ന് പറയുന്നത്. ഗ്രീക്കിൽ അരിസ്റ്റോഫിനിസും ഫ്രഞ്ചിൽ പൊമോളിയായും ഒക്കെ നിർവഹിച്ച അതേ ധർമ്മം ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ കൂത്തമ്പലത്തിൽ ചാക്യാർ അവതരിപ്പിച്ചിരുന്നു. ഈ ചാക്യാരെ ലോകം ഭയപ്പെടുന്നു. രാഷ്ട്രീയക്കാരെന്നും അന്നും ഇന്നും എന്നും ഭയപ്പെടുന്നുണ്ട്. ഈ തോലനും VK-നും സഞ്ജയനും EV-യും CV-യും ഒക്കെ ഇതേ ചാക്യാരുടെ വിവിധ ഭാവങ്ങളാണ്, രൂപങ്ങളാണ്.
അവരിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഇതേ ഭാവങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചിരിയുടെ മാലപ്പടക്കങ്ങളും ചിന്തയുടെ കൊടുങ്കാറ്റുകളും അഴിച്ചുവിട്ട് ലോകത്തെ ഹാസ്യത്തിൻ്റെ മുൾമുനയിൽ കുന്തമുനയിൽ നിർത്തുന്ന ചാക്യാർ ഒരേ സമയം ഹാസ്യകരനും ആ കഥയുടെ വിഷയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഭക്തിയാണെങ്കിൽ ഭക്തി, ഹാസ്യമാണ് ഹാസ്യം, ശൃംഗാരമാണ് ശൃംഗാരം, എല്ലാ രസങ്ങളിലേക്കും കൊണ്ടുപോകാൻ വേണം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു രസം തന്നെയാണ് ഹാസ്യം. അവതരിപ്പിക്കാൻ വശമാണ്. ഇത്രയും കഴിവുണ്ടെങ്കിൽ കൂത്ത് വിജയിക്കുള്ളൂ. നല്ലൊരു കഥ പറച്ചിലുകാരനാവണം, നല്ലൊരു നടനാവണം, നല്ലൊരു വിമർശകനാവണം, നല്ലൊരു ക്രിട്ടിക്കാവണം, നല്ലൊരു ഒബ്സർവർ ആവണം. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ, അകലേന്ന് വരുന്നുണ്ടെങ്കിൽ ഇയാളെ എവിടെ എങ്ങനെ കയറ്റാം, എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള ഒരു ഡിസൈനറാവണം, ഒരു എഡിറ്ററാവണം. ഇത്രയൊക്കെ ആവുമ്പോഴേ കുറേശ്ശെ കൂത്ത് പ്രേറാവണം. ചാക്യാർ കൂത്തിലാണോ PhD അതെ എടുത്തിരിക്കുന്നത്? അതെ അതെ. ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ചാക്യാർ കൂത്ത് കലയിൽ ചാക്യാർ കൂത്തിനെ വിഷയമാക്കി ഹാസ്യരസത്തിൻ്റെ അഭിനയം കൂത്തിലും കുടിയാട്ടത്തിലാണ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ ചാക്യാർ കൂത്ത് പറയുന്ന ആദ്യത്തെ ഡോക്ടറേറ്റ് കലാകാരൻ ഞാനാണ്. ശരി. ഹാസ്യരസത്തിൻ്റെ അഭിനയം ചാക്യാർ കൂത്തിലും കുടിയാട്ടത്തിൽ നിന്നാണ് എൻ്റെ വിഷയം. ഡോക്ടർ NK സുന്ദരേശ്വരൻ എന്ന മാഷാണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഗൈഡ്. പലപ്പോഴും ഈ നാട്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിരവധി പ്രബന്ധങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അത് നാട്യശാസ്ത്രം, ഹസ്തലക്ഷണ ദേവിക, അഭിനയദർപ്പണം, അഭിനയചന്ദ്രിക തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുക. പക്ഷെ ഒരു കലാകാരൻ അരങ്ങത്ത് ചെയ്യുന്നത് പലപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ പല തന്ത്രങ്ങളുമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം കലാകാരൻ ഈ ടെക്സ്റ്റുമായിട്ട് ചിലപ്പോൾ ഡയറി ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യേണ്ടത്, പക്ഷെ അതിക്ക് വേറെ കാര്യങ്ങൾ കുറെ പറയാനുണ്ടാവും. എന്നാൽ ഈ അഭിനയത്തെക്കുറിച്ച് പറയുന്ന ആൾക്ക് വേറെ ഒന്നാ പറയേണ്ടത്. ഇത് രണ്ടും കൂടി ഒരാളായി മാറുമ്പോൾ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യും, പക്ഷേ പെട്ടെന്ന് ക്ലച്ച് ഔട്ടാണ്ട് ഗിയറിട്ട് എന്താ സംഭവിക്കുക, നമുക്ക് റിക്കറിൻ്റെ ശബ്ദം കേൾക്കുന്നുള്ളൂ. അവിടെ എന്താ സംഭവിക്കേണ്ടതെന്ന് ഒരു ആർക്കേ അറിയുള്ളൂ, ഒരു മെക്കാനിക്കിനെ അറിയുള്ളൂ. ഒരു ഗിയർ ഇടുമ്പോൾ, ക്ലച്ച് ഔട്ടുമ്പോൾ, ബ്രേക്ക് ഔട്ടുമ്പോൾ വണ്ടി നിൽക്കണമെന്നല്ലാണ്ട് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ഗവേഷകൻ ഒരു കലാകാരനാണെങ്കിൽ, കലാകാരൻ ഒരു ഗവേഷകനാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ പുറകെയുള്ള തത്വങ്ങളെ മുഴുവൻ അറിയാം. ഒരു മെക്കാനിക്ക് ഡ്രൈവറായി മാറുന്ന പോലെ അറിയാനും അത് ഉപയോഗിക്കാനും പറ്റും. അഭിനയം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാസാഗരമാണ്. അഭിനയത്തെക്കുറിച്ച്, നാട്യത്തെക്കുറിച്ചിട്ട് ഭരതമന് ചെറിയ കുറച്ച് വാക്കുകൾ തന്നെ പറയും. രസം, ഭാവം, അഭിനയം, ധർമ്മി, വൃത്തി, പ്രവൃത്തി, സിദ്ധി, സ്വരം, ആദോദ്യം, ഗാനം, പ്രകൃതി, ഉപചാരം, മണ്ഡപം, ഇത്രയേ ഉള്ളൂ എന്ന് പറയും. അഭിനയം എന്ന് പറയുമ്പോഴത്തേക്കും അഭിനീയത എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അഭിനയത്തെക്കുറിച്ചിട്ട്. അതിൽ അഭിനയം എന്ന് പറഞ്ഞാൽ ലോകധർമ്മിയുണ്ട്, നട്ടുധർമ്മിയുണ്ട്, മനോധർമ്മമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആഹാര്യം, ആംഗികം, വാചികം, സാത്വികം. അഭിനയം. രസം എന്ന് പറഞ്ഞാൽ രസ്യത, ആസ്വാദ്യതയെ രസിപ്പിക്കണോണ്ടാണ്. രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം, ഹാസ്യം, കരുണം, വീരം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, നവരസങ്ങൾ വരും. പിന്നെ ഭക്തി രസമായിട്ട് കൊണ്ടുവരും. ശാന്തം വരുമ്പോൾ നവരസം. പിന്നെ 10ാമത് ഭക്തി വരുന്നുണ്ട്, മധുസൂദന സരസ്വതി. കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനെ, കണ്ണനല്ലാണ്ടേക്ക് വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടം തുള്ളലും അവതരിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളല്, പാഠകം, കുറച്ച് മാജിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രഭാഷണുണ്ട്, ധാരാളം. കണ്ണന്റെ കഥകൾ, കണ്ണന്റെ കഥകൾ എന്നാണ് അവർ നോട്ടീസ് ചെയ്തേ. കണ്ണന്റെ കഥകളാണ് ഇങ്ങനെ പറയാ. അതാണ് കൂടുതൽ ഇഷ്ടം. അതാ സുഖമാണ്. കണ്ണനല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെല്ലാം കണ്ണന്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ ചെയ്യണതെല്ലാം കണ്ണനുള്ള സമർപ്പണമാണ്. അതെന്തെങ്കിലും കാരണം ഉണ്ടോ ജനിച്ച മുതല് കണ്ണന്റെ ഇതായിട്ട് വരാൻ? എന്റെ ജനനസ്ഥലം എടനാടാണ്. എടനാട് ദുർഗാദേവി ക്ഷേത്രമാണ്. ഇപ്പൊ താമസിക്കുന്ന കാർപ്പള്ളിക്കാവ് മഹാദേവന്റെ അടുത്താണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് നാട്ടിലെ ഭഗമൂർത്തി നിലയിൽ അങ്ങനെ ഇഷ്ടമല്ല. കുട്ടിക്കാലത്തെ അമ്മ കണ്ണന്റെ കഥകൾ പറഞ്ഞു തരുന്നു. അമ്മയാണ് എൻ്റെ ഗുരു, എടനാട് തങ്കം നങ്ങിയാർ. അച്ഛൻ നാടകം നടന്നായിരുന്നു. അച്ഛൻ അഭിനയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരാറുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ, തൃക്കാരിയോ കൃഷ്ണൻ നമ്പ്യാർ. അനിയൻ ഹരികൃഷ്ണൻ, മകന്റെ പേര് യദുകൃഷ്ണൻ. അച്ഛന്റെ പേര് കൃഷ്ണനാണ്, അനിയന്റെ പേര് കൃഷ്ണനാണ്, ഹരികൃഷ്ണൻ. എൻ്റെ മകന് പേരുണ്ടായപ്പോൾ സംശയമൊന്നും ഉണ്ടായില്ല, ഹരികൃഷ്ണൻ യദുകൃഷ്ണൻ നട്ടു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ആയിരുന്നു. എൻ്റെ അമ്മാവന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെ ആയതുകൊണ്ട് ഒരേ പേര്, ഒരേ അഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ പേര് മാറ്റി രാജൻ എന്നാക്കിയതാണ്. ഭഗവാൻ കണക്കാക്കി നോക്കി ഇടയൊക്കെ വെച്ച് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ പ്രഭാഷണങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് കൃഷ്ണനോട് ഇഷ്ടം. അമ്മ നാരായണീയം ചൊല്ലാണ്ട് ഊണ് തരില്ല. അപ്പോൾ ആ സന്ധ്യ ആയാൽ അല്ലെങ്കിൽ ഊണിക്ക് അമ്മ വെച്ചോളൂ പറഞ്ഞാൽ നാരായണീയം ചൊല്ലിക്കോളൂ. ആദ്യത്തെ 10 ചൊല്ലിക്കോളൂ. അപ്പോൾ അവിടെ ഇരുന്ന് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ഈ ഒരു പ്രയാണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല. കണ്ണൻ്റെ പുതിയ കഥകളുമായി വീണ്ടും ഒരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നതായിരിക്കും.